ആക്ച്വലി ഞാൻ വിചാരിച്ചു എൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോപ്പിറ്റൽ റൂൾ എന്താന്ന്. ഞാൻ ആക്ച്വലി എൽ ഹോസ്പിറ്റൽ റൂൾ എന്നാ പറഞ്ഞ് ശീലിച്ചേക്കുന്നത്. നിങ്ങൾ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ലോപ്പിറ്റൽ എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. സോ വാട്ട് ഡസ് ദിസ് റൂൾ ആൻഡ് എങ്ങനെയാണ്, ലൈക്ക് ഞാൻ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ കീമില് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇത് കാണും. ഇതിപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. എന്റെ വർഷം തൊട്ട് ലൈക്ക് ഇവർ ചോദിക്കാൻ മറക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലോപ്പിറ്റൽ റൂള് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമുക്കത് ഡയറക്ട്ലി ഒന്നും പറയത്തില്ല, ഇൻഡയറക്ട്ലി ആണ് കാണിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് എന്താണ് ലോപ്പിറ്റൽ റൂൾ എന്ന് പറയാം, ഒന്ന് നോക്കാം. ഇറ്റ് സേസ് ദ ലിമിറ്റ് വെൻ വി ഡിവൈഡ് വൺ ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ സെയിം ആഫ്റ്റർ വി ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ഈച്ച് ഫംഗ്ഷൻ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇങ്ങനത്തെ ഒരു ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. എന്നിട്ട് നമ്മളോട് പറയും എ ബി അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ കാണിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഈ ഡിനോമിനേറ്ററിൽ ഈ 2 ഒന്ന് ഇട്ട് കൊടുത്തേ, അല്ല ന്യൂമറേറ്ററിലും 2 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 4 പ്ലസ് ന്യൂമറേറ്ററിലാണ് 4 പ്ലസ് അല്ലെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 2 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 4. അതായത് 6 മൈനസ് 6 സീറോ വരും, 4 മൈനസ് 4 സീറോ. ഈ 0/0 ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ലോപ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യും. എന്താ ലോപ്പിറ്റൽ റൂൾ? ലോപ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഇത് കണ്ട, ഫസ്റ്റ് നമ്മുടെ നോക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 2x പ്ലസ് 1 എന്നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിൽ കിട്ടുന്നത്. ഡിനോമിനേറ്ററിൽ 2x എന്നും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് 2x പ്ലസ് 1 2x. എന്നിട്ട് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഇത് 2x പ്ലസ് 1 ഡിവൈഡ് ബൈ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 പ്ലസ് 1 5/4. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ 5/4 എന്ന് വരും. ഓക്കെ, ഉണ്ടോ? ഒന്നെങ്കിൽ ഇൻഫിനിറ്റി അല്ലെ 0/0, ഒരു ഇൻഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ ഒരു നമുക്ക് ഡിഫറൻഷിയേറ്റ് അല്ല നമുക്ക് ഇനി ആൻസർ കിട്ടത്തില്ല, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ വരുന്ന സമയത്ത് ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലും അതുപോലെ തന്നെ ചെയ്യും. ആദ്യം e⁻x ഡിഫറൻസിയേഷൻ, അത് e⁻x തന്നെ. രണ്ട് സെപ്പറേറ്റ്, അല്ലാതെ u/v ഫോമിലല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂമറേറ്റർ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഡിനോമിനേറ്റർ 2x ആകും, അങ്ങനെ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ 0/0 ഇൻഫിനിറ്റി കേസസ് ഒക്കെയാണ് ഉള്ളത്. അങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് ഇതിൽ ചോദിക്കാറ്. സ്പെസിഫിക്കലി അങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ്. അതിന്റെ കുറെ എക്സ്പ്ലനേഷനിലൂടെ ഞാൻ പോകുന്നില്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഇതിൽ നോക്കി, ഇത് ജസ്റ്റ് എന്താ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇത് PDF കൊടുക്കാം, അടുത്ത വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്താൽ ഞാനിത് അടുത്ത വീഡിയോയിൽ കൊടുക്കുക ഇതിന്റെ PDF. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു തേർഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്നാ. എക്സ് ടെൻസ് ടു 1, ഈ 1 - 1 എത്രയാ? 0. എയും ബി നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് ഇടാൻ പറ്റത്തില്ല. 1 - 1 ഒന്ന് ഇട്ട് നോക്കി, 0 അല്ലേ 1 - 1. അപ്പൊ ഇത് ഓൾറെഡി 0/0 ഫോം ആയിരിക്കും. അപ്പൊ ഇതൊരു നമുക്ക് ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ പാടായത്. ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ലോപ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇതിന്റെ ആൻസർ കാണിക്കാവേ. അമർലൈൻ സ്റ്റഡി സെന്ററിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നോക്കിയേ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും ഉണ്ട്. പ്രീവിയസ് ഇയറിൽ നിന്ന്, അതായത് നമ്മുടെ 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലുള്ള. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു അതൊരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ട്, അങ്ങനെ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇത് 1 - 1 എന്ന് വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ 0 കിട്ടി. അപ്പൊ ഒബ്വിയസ്ലി എന്താണ് എക്സിസ്റ്റൻസ്, അതായത് 0/0 ഫോം ആവാൻ ന്യൂമറേറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ന്യൂമറേറ്റർ എപ്പോഴാ 0 ആവുന്നത്? എന്താ എക്സ് ടെൻസ് ടു 1 ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ന്യൂമറേറ്റർ 0 ആവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് എക്സ് സ്ക്വയറിന് പകരം 1. ഓക്കെ, -a × 1 -a മൈനസ് ബി. അപ്പൊ -a - b + 1 = 0 എന്ന് വരും.
ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് കണ്ടോ, -a-b+1 = 0. ഇത് ഒരിക്കലും കാരണം നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണമല്ലോ. അത് നമ്മൾ ചെയ്യുമ്പോൾ a+b=1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ നമ്മുടെ ലോപിറ്റൽ റൂൾ, എൽ ഹോസ്പിറ്റൽ റൂൾ എന്നൊക്കെ പറയുന്ന ആ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഞാൻ പറഞ്ഞു, ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x - a ഡിവൈഡഡ് ബൈ 1 = 5. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ലിമിറ്റ്, അപ്പം ലിമിറ്റ് അതായത് നമ്മൾ ഡിഫറൻഷിയേറ്റ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിന് നമ്മൾ x=1 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 - a = 5, അതായത് a = -3 എന്ന് പറഞ്ഞ് വരും. a -3 ആണെങ്കിൽ എന്താണ്? b എന്തായിരിക്കും? -3 + b = 1 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം b ഒബ്വിയസ്ലി 4 ആയിരിക്കുമല്ലോ, കാരണം a അപ്പുറത്തോട്ടാക്കുമ്പോൾ +3 എന്ന് വരും. അങ്ങനെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. അതായത് a+b 1 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ആക്ച്വലി ലോപിറ്റൽ റൂളിൽ എനിക്ക് ബെൽ ഹോസ്പിറ്റൽ എന്ന് എപ്പോഴും വരുന്നത്, കാരണം ഞാനും അത് തന്നെ പറഞ്ഞ് ശീലിച്ചത്. കാരണം നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും വെറുതെ 6 എന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് എന്താണോ അത് ഇട്ട് കൊടുക്കുക. അപ്പൊ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഒക്കെയാണ് വരുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഒറ്റ വഴി എന്താണ്? ഈ ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. നമുക്ക് ആൻസർ എന്തായാലും കിട്ടണമല്ലോ. ഇവിടെ 0 ഇൻഫിനിറ്റി ആൻസർ ഉണ്ടോ? ഇല്ല. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇത് നോക്കിയേ, ഇതിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തേ, 6 ഒന്ന് ഇട്ട് കൊടുത്തേ, പ്രോപ്പർ ആയിട്ട് 0/0 ഫോം വരും. ആ സമയത്ത് എന്ത് ചെയ്യണം? ഇപ്പൊ √(x²) എന്തെങ്കിലും എന്നാ വന്നേക്കാം. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 √(x) എന്നാ, √x എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പൊ 1/2 √(x), എന്നിട്ട് എക്സിന് പകരം ഇവിടെ x² എന്നാ, x² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് വരും. -7 ഡിവൈഡഡ് ബൈ x² ഡിഫറൻഷിയേറ്റ് എന്ത് വരും? 2x എന്ന് വരും. അത് ഞാൻ കാണിച്ചു തരാം, പ്രോപ്പർ ആൻസർ കാണിച്ചു തരാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ. 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇതേ കണ്ടിട്ടുള്ളൂ. 10th ക്വസ്റ്റ്യൻ അല്ലേ, ഈ സൈഡ് ആയിരിക്കും. ഓക്കെ, ഇത് വേണ്ട, എൽ ഹോസ്പിറ്റൽ റൂളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം 2x/2√(x² + 13 ഡിവൈഡഡ് ബൈ 2x). എന്നിട്ട് എന്ത് ചെയ്യണം? ആ 6 അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ 2xും 2xും കട്ടായി പോകും, ബാക്കി 6 ഇട്ട് കൊടുക്കുമ്പോൾ 1/2√(36 + 13) എന്ന് പറയുമ്പോൾ 2√49, അതായത് 1/14 ആണ് നമ്മുടെ ആൻസർ. അത് ഓപ്ഷനിലുണ്ടോ? നോക്കിയാലോ, ഓപ്ഷനിൽ യെസ്, അതുണ്ട്. 1/14 നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ബാക്കി എല്ലാ ക്വസ്റ്റിനും ഈ എൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് എടുക്കരുത്. ഇതിപ്പം ഒട്ടും പറ്റാത്ത, ഇപ്പം നമുക്ക് ചെയ്യാൻ ഒട്ടും ലൈക്ക് ചെയ്യാൻ നല്ല 0/0 ഫോം വരുന്നു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫോം വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ പർട്ടിക്കുലർലി എൽ ഹോസ്പിറ്റൽ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപ്പോഴാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് കണ്ടോ, sin² 2x/x² എന്ന്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം എന്താ ഉള്ളത്? ഇത് sin x/x എന്ന് പറഞ്ഞ 1 ആട്ടോ. ലിമിറ്റ് x → 0 sin x/x 1 ആണ്. ഇത് ഈ ഒരു ലോപിറ്റൽ റൂളായിട്ട് ബന്ധമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കണ്ടപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് നോക്കി, ഇത് സ്ക്വയർ ഉണ്ട്, ഇതും സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു അല്ലെ, ഇവിടെ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡും ചെയ്ത് നമുക്ക് കറക്റ്റ് കിട്ടും. sin 2x ഡിവൈഡ് ബൈ 2x, അത് ഇവിടെ 2x തന്നെ ആയിരിക്കണം. 3x ആണ്, താഴെയും 3x ആയിരിക്കണം. കാരണം x/x വന്നപ്പോഴാണ്, sin x/x വന്നപ്പോഴാണ് 1 വന്നത്. അതുപോലെ തന്നെ sin 2x/2x ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കുമാണ് 1 വരേണ്ടത്. അങ്ങനെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പം പർട്ടിക്കുലർലി 0/0 ഫോം, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോം, ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ലോപിറ്റൽ റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു PDF എന്താ, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയുടെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ, അതായത് ഒരു ചാപ്റ്ററിന്റെ പർട്ടിക്കുലർലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെയ്യുക. ഈ ലോപിറ്റൽ റൂൾ അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത് ഒരു ക്വസ്റ്റ്യനെങ്കിലും വരും, വരാതിരിക്കത്തില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇക്കൊല്ലം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ ഇനിയും കുറേ വീഡിയോസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പർട്ടിക്കുലർലി ഇന്ന് തന്നെ കുറേ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം യെസ്, ബൈ ബൈ, സി യു.